കലാഭവൻ നവാസിന്റെ പെട്ടെന്നുള്ള വേർപാട് താരത്തിന്റെ കുടുംബത്തെ ആകെ ഇരുട്ടിലാക്കി. ഒരു വർഷം മുമ്പ് മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിലെത്തി നവാസിനെ കൊണ്ടുപോകുകയായിരുന്നു. ഭർത്താവിന്റെ മരണത്തോടെ ആകെ ഉലഞ്ഞുപോയ ഭാര്യയും നടിയുമായ രഹന നവാസാണ്. കുറച്ചു മാസക്കാലം മുറയ്ക്ക് പുറത്തുപോലും ഇറങ്ങാതെ നവാസിന്റെ ഓർമ്മകളുമായി കഴിയുകയായിരുന്നു രഹന. എന്നാൽ ഇപ്പോൾ മകൾക്ക് വേണ്ടി രഹന പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള തയ്യാറെടുപ്പിലാണ്. സിനിമാരംഗ അഭിനയത്തിലേക്കും വീണ്ടും ഇറങ്ങിയാണ്. വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്ത രഹന നവാസ് മരിക്കും മുമ്പ് അദ്ദേഹത്തിനൊപ്പം ഇര എന്നൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷമാണ് നവാസിന്റെ വേർപാട് സംഭവിക്കുന്നത്. ഹാപ്പി ലൂപ്പ് എന്ന സിനിമയിലൂടെ രഹന വീണ്ടും സിനിമയിലേക്ക് സജീവമാൻ ഒരുങ്ങുകയാണ്. നടിമാരായ സംയുക്ത വർമ്മയും മഞ്ജു വാര്യരും വഴിയാണ് തനിക്ക് ഈ കഥാപാത്രവും സിനിമയും ലഭിച്ചതെന്ന് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ രഹന എഴുതി. ഉള്ളിൽ കത്തുന്ന തീ അടക്കി വെച്ച് പുറത്ത് ചിരിക്കാൻ താൻ തുടങ്ങിയെന്നും രഹന പറഞ്ഞു. ഈ കുറിപ്പ് അങ്ങനെയായിരുന്നു. ഉള്ളിൽ കത്തുന്ന തീ അടക്കി വെച്ച് പുറത്ത് ചിരിക്കാൻ ഞാൻ പഠിച്ചു തുടങ്ങി. ഉള്ളിലെ ബുദ്ധിമുട്ടുകൾ മറച്ച് പെർഫോം ചെയ്യുക ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് വേണ്ടി അതും പരിശീലിച്ചു. സംയുക്ത വർമ്മ വഴി മഞ്ജു ചേച്ചിയാണ് എനിക്ക് ഈ ക്യാരക്ടർ തന്നത്. എനിക്ക് വർക്ക് ചെയ്യാനുള്ള ശക്തിയില്ലെന്നും ഞാൻ സംയുക്തയോടും മഞ്ജു ചേച്ചിയോടും സംവിധായകൻ ആനന്ദ് മേനോടും പറഞ്ഞിരുന്നു. പക്ഷേ അവർ എല്ലാവരും വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു. ആ ക്യാരക്ടർ ചെയ്യാൻ എന്നെ സഹായിച്ച സംയുക്തയ്ക്കും മഞ്ജു ചേച്ചിക്കും ആനന്ദ് മേനോനും ആഷിഖ് അയ്മയോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നവാസിക്കയുടെ ആത്മാവിൻ്റെ കൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു.